ഗുഡ് മോർണിംഗ്. ഇന്നലെ എടുത്ത പോർഷൻ എല്ലാവരും നോക്കിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ വീഡിയോ ആഡ് ചെയ്തപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഏതായാലും ഈ വീഡിയോ മുതൽ കമൻറ്റ് ബോക്സ് ഓൺ ആയിരിക്കും. നിങ്ങൾക്ക് ചാപ്റ്ററിനെ കുറിച്ചും ഞാൻ പറയുന്ന വിശദീകരണത്തെക്കുറിച്ചും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ ക്ലാസ്സിൻ്റെ രീതികൾ മാറ്റണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓപ്പണായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നിങ്ങൾ കമൻറ്റ് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണമെങ്കിൽ ഒക്കെ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? നമ്മുടെ ഇതിൻ്റെ ഓഥറിൻ്റെ പേരെന്തായിരുന്നു? റസ്കിൻ ബോണ്ട് അല്ലേ? അദ്ദേഹം ഒരു ബ്രിട്ടീഷ് അഡോപ്റ്റഡ് ഫാമിലിയിലെ ഒരു ഇന്ത്യൻ വംശജനായിരുന്നു നമ്മുടെ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തി. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ, കുട്ടികളുടെ സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു കഥാകൃത്തുവാണെന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ നിന്നും എടുക്കപ്പെട്ട ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഏത് എന്ന് പറയുന്നത്, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വഞ്ചർ ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹം ചെറുപ്പകാലത്ത് കണ്ട ഒരു ചെറിയൊരു കഥ. ഈ കഥയുടെ നമ്മൾ ആദ്യം പോർഷൻ പറഞ്ഞത് എന്തായിരുന്നു? ഈ കഥ തുടങ്ങിയത് മുത്തച്ഛൻ്റെ ആണെങ്കിലും എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലങ്ങളും സ്വത്തും എല്ലാം മുത്തച്ഛൻ്റെ ആണെങ്കിലും ഈ ബനിയൻ ട്രീ മാത്രം എൻ്റേതാണ്. കാരണം എന്താണ്? മുത്തച്ഛനത് കയറാൻ കഴിയില്ല, എനിക്കത് കയറാൻ കഴിയും. അത് പറഞ്ഞിട്ട് മുത്തശ്ശി കളിയാക്കാറുണ്ട്. പിന്നെ ബനിയൻ ട്രീ എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ അവനൊരു ഫ്രണ്ടിനെ കൂടി കിട്ടി. ആരാണ്? വൈറ്റ് സ്ക്വയറൽ അല്ലേ? ഒരു ഗ്രേ സ്ക്വയറൽ, ഒരു ഗ്രേ കളറിലുള്ള ഒരു അണ്ണാനെ അവന് കിട്ടി. വൈറ്റ് സ്ക്വയറലിന് ഞാൻ അറിയാതെ പറഞ്ഞു പോയത്, നമ്മുടെ കഥയുടെ അവസാനം ഒരു വൈറ്റ് സ്ക്വയറലിൻ്റെ സീന് വരുന്നുണ്ട്, ഒരു വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളുടെ സീന് വരുന്നുണ്ട്. അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്. സോറി. അപ്പോൾ ഇനി നമ്മൾ ഇതുവരെ അവൻ്റെ ജീവിതത്തിൽ അത്ര വലിയ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. പക്ഷേ ഒരു ദിവസം അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യം നടന്നു. അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫ് വായിക്കാൻ പോവാണ്. ദാറ്റ് വാസ് ദ ടൈം, ആ സമയം എന്ന് പറയുന്നത്, ഐ സോ, ഞാൻ കണ്ടു, എ മംഗൂസ്, ഒരു കീരി. മംഗൂസ് എന്ന് പറയുന്നത് കീരി അല്ലേ? ഒരു മംഗൂസിനെ ഞാൻ കണ്ടു. ആൻഡ് എ കോബ്ര എന്ന് പറയുന്നത് എന്താ? മൂർഖൻ പാമ്പ്. അപ്പോൾ ഒരു മംഗൂസിനെയും ഒരു കോബ്രനെയും ഞാൻ കണ്ടു. ആ സമയത്ത് അവരെന്താണ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അടിപിടി കൂടുക, തല്ലുകൂടുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അപ്പോൾ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ടു ഡെത്ത്. എന്തിനാണ് അവർ അടിപിടി കൂടിയത്? മരണത്തിലേക്കാണ്. ഇൻ ദ ഗാർഡൻ, മുത്തശ്ശൻ്റെ ഗാർഡനിൽ വെച്ചിട്ടാണ്. വെൽ ഐ സാറ്റ്, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത്, അവിടെ നമ്മുടെ ബനിയൻ ട്രീയിൽ ഇരിക്കുന്ന സമയത്ത്, ഡയറക്റ്റ്ലി അവിടേക്ക് നേരെയായിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത്, എബവ് ദം, അവരിൽ, ഇൻ എ ബനിയൻ ട്രീ, എബവ് ദം, അവരിലേക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഇൻ ദ ബനിയൻ ട്രീ, ഞാൻ നിൽക്കുന്ന അവരുടെ നേരെ ഞാൻ ഇരുന്നിട്ടാണ്. ആ സമയത്താണ് എന്ത് ചെയ്തത്? ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടത് എന്ന് പറയണ കുട്ടി. അപ്പോൾ റസ്കിൻ ബോണ്ട് കണ്ട സംഭവം പറയാൻ പോവുകയാണ്. ഞാൻ സംഭവമാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ പറയാണ്, ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അത് നടന്നത് എപ്പോഴാണ്? ഒരു ഏപ്രിൽ മാസം ആഫ്റ്റർനൂൺ ദിവസമാണ്, ഉച്ചൻ്റെ ശേഷമാണ്. നമ്മൾ പറഞ്ഞിരുന്നു അവൻ ഉച്ചൻ്റെ ശേഷമാണ് അവിടെ ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് ദ വാം ബ്രീസ്, എന്താ വാം എന്ന് പറഞ്ഞാൽ ചെറിയ ചൂട് അല്ലേ? ചെറിയ ചൂടുള്ള കാറ്റ്, ബ്രീസ് എന്ന് പറഞ്ഞാൽ കാറ്റ്, ഒരു ചെറിയ ചൂട് ഉള്ള ഒരു കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഓഫ് അപ്രോച്ചിങ്, ആ ചെറിയ ചൂടുള്ള കാറ്റ് എന്താണ് നമ്മളോട് പറയണതെന്ന് അറിയാം? അപ്രോച്ചിങ്, എത്തുന്നുണ്ട്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എത്തുക, ആഗമനം എന്നാണ്. നമ്മൾ എയർപോർട്ടിൽ പോയാൽ കാണാം, അപ്രോച്ച് എന്ന് കാണാം. അപ്പോൾ അപ്രോച്ചിങ്, അതെന്ത് ചെയ്യേണ്ടത്? എത്തുന്നുണ്ട്. സമ്മർ, എന്താണ് എത്തുന്നത്? സമ്മർ.
സമ്മർ എത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഹാഡ് സെൻറ്റ് എവരി വൺ. എന്നിട്ട് എന്താണ്, ഈ സമ്മർ എത്തുന്ന സമയത്ത് ഈ ചെറിയ ചൂടിൻ്റെ കാറ്റ് വരുമ്പോൾ ഉച്ചൻ്റെ ശേഷം എല്ലാവരും എവിടെയായിരിക്കും? ഹാഡ് സെൻറ്റ് എവരി വൺ, എല്ലാവരെയും അയക്കുന്നുണ്ട്. എല്ലാവരെയും അയക്കുന്നുണ്ട്. എവിടേക്ക്? ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനെ വരെ ഉള്ളിലേക്ക്. ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, എന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിലേക്ക് എന്താണ് അയക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഏപ്രിലും മെയ്യിലും സാധാരണ എന്താണ് നല്ല ചൂടാണ്. ഇപ്പം നമുക്ക് ഒരു മഴ കിട്ടുന്നുണ്ട്, പക്ഷേ സാധാരണ എന്താണ് ഏപ്രിൽ മെയ്യിലും ഉണ്ടാവല് നല്ല ചൂടാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഉള്ളിലാണല്ലോ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം സമയങ്ങളിൽ. അപ്പോൾ അതാണ് പറയുന്നത്, ഹാഡ് സെൻറ്റ് എവരി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോർ. ഐ സോ ഫീലിംഗ് ഡ്രൗസി. എനിക്കെന്താണ്? ഞാൻ കാണപ്പെട്ടു, എനിക്ക് സ്വയം കാണപ്പെട്ടു. ഫീലിംഗ് എന്തോ ഒരു അനുഭവിക്കുന്ന പോലെ. എന്താണ് ഡ്രൗസി? ഡ്രൗസി എന്ന് പറഞ്ഞാൽ സ്ലീപ്പി കേട്ടോ. എന്താ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം. അപ്പോൾ എനിക്കൊരു ഉറക്ക ക്ഷീണമുള്ള പോലെ എനിക്ക് കാണപ്പെട്ടു. എനിക്ക് സ്വയം മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയം എന്ത് ചെയ്യാണ്? ഒരു ഉറക്ക ക്ഷീണം ഉള്ളതുപോലെ തോന്നി. ആൻഡ് വാസ് വാണ്ടറിങ്. എനിക്കെന്താണ്? ഒരു ആഗ്രഹം ഉള്ളതുപോലെ. ഐ വാസ് വാണ്ടറിങ്. എനിക്കെന്താണ്? ഒരു ആഗ്രഹമുള്ളതുപോലെ. എന്താണ്? ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട്. എനിക്കെന്താണ്? പോണ്ടിലേക്ക്, പോണ്ട് എന്ന് പറഞ്ഞാൽ കുളത്തിലേക്ക് പോകാൻ എന്തോ ഒരു ആഗ്രഹമുള്ളതുപോലെ എനിക്ക് തോന്നി. ബിഹൈൻഡ്, ആ പോണ്ട് എവിടെ നിൽക്കുന്നത്? ബിഹൈൻഡ് ദ ഹൗസ്, വീടിൻ്റെ പിറകിലുള്ള. ഫോർ എ സ്വിം, ഒരു ചെറിയ സ്വിമ്മിന് വേണ്ടിയിട്ട്. അപ്പോൾ അവനിങ്ങനെ ഒരു ഉറക്ക ക്ഷീണമുണ്ട്, പക്ഷെ അവൻ ഉറങ്ങണ്ട. അവനെന്താണ്? ഈ ഉറക്ക ക്ഷീണം കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണ്ടിലേക്ക് പോയാലോ എന്നിങ്ങനെ ഒരു ആഗ്രഹം അവനുണ്ട്. വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര. വെൻ ഐ സോ, അപ്പോൾ ഞാൻ കണ്ടു. ആ സമയത്ത് വെൻ എന്ന് പറയുന്നത് അപ്പോൾ ഐ സോ, ഞാൻ കണ്ടു. എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു വലിയൊരു ബ്ലാക്ക് കറുത്ത നിറത്തിലുള്ള കോബ്രയെ ഞാൻ കണ്ടു. ഗ്ലിഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് വരിക കേട്ടോ. അതെന്താണ്? പുറത്തേക്ക്, ഗ്ലിഡിങ് ഔട്ട്, അത് പുറത്തേക്ക് വന്നു. ഓഫ് എ ക്ലംബ്, ഒരു തോപ്പ്. ക്ലംബ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തോപ്പ്, ഒരു ചെറിയ കുറ്റിക്കാടിനൊക്കെ നമുക്ക് വരാം കേട്ടോ. ഒരു ചെറിയൊരു സെറ്റ് കുറ്റിക്കാടിനാണ് എന്തെന്ന് പറയാം? ക്ലംബ് എന്ന് പറയാം. അപ്പോൾ ഒരു തോപ്പിൽ നിന്നും അത് പുറത്തേക്ക് വന്നു. ഓഫ് കാറ്റസ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി, ചെറിയ ചെടി, കുറ്റിച്ചെടികൾ ഉണ്ടാവുമല്ലോ, അതിനാണ് കാക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റിച്ചെടീൻ്റെ ഉള്ളിൽ നിന്ന് കുറ്റിച്ചെടിയുടെ ക്ലംബ്, ആ കൂട്ടം കൂടി നിൽക്കുന്ന ആ കുറ്റിച്ചെടിയിൽ നിന്നും ഒരു ബ്ലാക്ക് കോബ്ര എന്ത് ചെയ്തു? പുറത്തേക്കാണ് വന്നു. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് എന്നിട്ട് എന്ത് ചെയ്യാണ്? ആ എവിടേക്കാണ് വന്നത്? മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. നമ്മളെ ഗാർഡനിലെ കൂളർ പാർട്ട് എന്ന് വെച്ചാൽ അത്രയും കൂളറായിട്ടുള്ള, അത്ര വലിയ ചൂടില്ലാത്ത പാർട്ടിലേക്കാണ് എന്ത് ചെയ്തത്? അവനങ്ങോട്ട് പുറത്തേക്കാണ് വന്നത്, ഒരു ബ്ലാക്ക് കോബ്ര. അറ്റ് ദ സെയിം ടൈം, ആ സെയിം ടൈമിൽ ഒരു മംഗൂസും വന്നു. എന്താണ്? നമ്മൾ ഹൂം ഐ ഹാഡ് ഓഫൻ സീൻ, ഞാൻ സാധാരണ ഇവിടെ കാണാറില്ല. അപ്പോൾ അവൻ ഈ ഗാർഡനിൽ സാധാരണ ആ മംഗൂസിനെ അവിടെ കാണാറുണ്ട്, നമ്മുടെ കീരിയെ അവിടെ കാണാറുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഇവിടെ കാണാറുള്ള മംഗൂസിനെയും ഞാൻ പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടു. ഈ മംഗൂസ് എന്താണ്? എമേർജ് എന്ന് പറഞ്ഞാൽ ഉയർന്നു വരിക. മംഗൂസ് ഇങ്ങനെ ഉയർന്നു വന്നു. ഫ്രം ദ ബുഷിൻ്റെ ഇടയിൽ നിന്ന്, ഈ കൂട്ടം കൂടി നിൽക്കുന്ന ബുഷസിൻ്റെ ഇടയിൽ നിന്നും നമ്മുടെ മംഗൂസ് എന്ത് ചെയ്തു? ഉയർന്നു വന്നു. ആൻഡ് വെൻറ്റ് പോയി സ്ട്രൈറ്റ് ഫോർ ദ കോബ്രക്ക് നേരെ അവരിങ്ങനെ ബുഷിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു വന്നിട്ട് കോബ്രയ്ക്ക് നേരെ അവനങ്ങോട്ട് പോയി. ഇൻ എ ക്ലിയറിങ് ബെനീത്ത്. എന്നിട്ട് അവൻ പറയാണ് അടുത്ത വരിയിൽ എന്താ പറയുക? ഇൻ എ ക്ലിയറിങ് ബെനീത്ത് എന്ന് പറഞ്ഞാൽ മീനിങ് താഴെ. അപ്പോൾ താഴെ വളരെ ക്ലിയർ ആയിട്ട്, ഇൻ ദ ട്രീ, മരത്തിൽ നിന്നും താഴെ. അപ്പോൾ അവൻ മുകളിലാണല്ലോ ഈ സംഭവം കാണുന്നത്. അപ്പോൾ അവൻ പറയാണ് മരത്തിൽ നിന്നും ബെനീത്ത്, താഴെ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ബ്രൈറ്റ് സൺഷൈൻ, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള തിളക്കമാർന്ന സൺഷൈൻ, സൂര്യപ്രകാശമുണ്ട്, സൂര്യത്തിൻ്റെ തിളക്കമുണ്ട്. വളരെ ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ തിളക്കമാർന്ന സൂര്യൻ്റെ ഒരു തിളക്കമുണ്ട്. ദേ കെയിം ഫേസ് ടു ഫേസ്. ആ സമയത്ത് അത്രയും ക്ലിയർ ആയിട്ട് അവനത് കാണാം എന്നുള്ളതാണ് അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവനെന്ന് പറയാണ് ദേ കെയിം ഫേസ് ടു ഫേസ്. അവരെന്ത് ചെയ്തു? വന്നു, ഫേസ് ടു ഫേസ് നിന്നു. അപ്പോൾ അവൻ പറയാണ് ഞാനത് തള്ളുമെന്നല്ല, എനിക്കത് ശരിക്കായിട്ട് സംഭവം കാണുന്നുണ്ട്, ഞാനിത് വെറുതെ ഒരു കഥ തള്ളുകയല്ല എന്നുള്ളതായിട്ടാണ് അവൻ പറയുന്നത്. താഴെ അത്രയും സൺഷൈനിലാണ് ഈ സംഭവം കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫേസ് ടു ഫേസ് നിന്നു, മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു.
ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോബ്ര അറിഞ്ഞു, കോബ്രക്ക് മനസ്സിലായി. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രൂ മാംഗോസ്. കോബ്രക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. കോബ്ര നമ്മുടെ മൂർഖന് ന്യൂ ഓൺലി ടു, കോബ്രക്ക് മാത്രമേ, ന്യൂ നോൻ്റെ പാസ്റ്റാണ് ന്യൂ, അറിയുക, ന്യൂ അറിയാം, കോബ്രക്ക് അറിയാം, ഓൺലി കോബ്രക്ക് മാത്രമേ അറിയുള്ളൂ, ടു വളരെയധികം അറിയുള്ളൂ, വെൽ നല്ലോണം, ദാറ്റ് ദ ഗ്രേ മംഗൂസ് നമ്മുടെ മംഗൂസിനെ ഏറ്റവും കൂടുതൽ അറിയുന്നതായിരിക്കാണ്. അറിയാലോ, കീരിയും പാമ്പും എന്ന് പറഞ്ഞാൽ അത്രയും അറിയുന്ന ആൾക്കാരാണ്, ശത്രുക്കളുമാണ്. അപ്പോൾ കോബ്രക്ക് മംഗൂസിനെ ശരിക്കറിയാം അല്ലേ. 3 feet ലോങ്, അതുകൊണ്ട് തന്നെ കോബ്രക്ക് അവനെ അറിയുന്നത് കൊണ്ട് തന്നെ ഇവൻ നിന്നത് എവിടെയാണ്? 3 feet ലോങ്, ഒരു 3 അടി അപ്പുറത്താണ് കോബ്ര നിന്നത്. വാസ് എ സൂപ്പർ ഫൈറ്റർ. ഈ 3 feet ലോങ്ങിൽ അവിടെ ആരുണ്ട്? വാസ് എ സൂപ്പർ ഫൈറ്റർ, ഒരു നല്ലൊരു സൂപ്പർ, ഒരു അടിപൊളി ഫൈറ്റർ നിൽക്കുന്നുണ്ട്. ക്ലവർ, ആളെന്താണ്? വളരെ ക്ലവറാണ്. ആൻഡ് അഗ്രസീവ്, പിന്നെന്താണ്? അഗ്രസീവാണ്. ക്ലവർ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാൻ കേട്ടോ. ക്ലവർ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാനായിട്ടുള്ള ആളാണ്. ആൻഡ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ വയലൻ്റ്, ആൾ ഭയങ്കര പ്രശ്നക്കാരനാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ വയലൻ്റ്, ആൾ ഭയങ്കര പ്രശ്നക്കാരനാണ്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ. പക്ഷേ നമ്മളെ കോബ്ര എന്താണ്? വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളാണ്, വളരെ കഴിവുള്ള ഒരാളാണ്. സ്കിൽഫുൾ എന്ന് പറഞ്ഞാൽ, സ്കില്ല് എന്ന് പറഞ്ഞാൽ കഴിവ്, നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു കഴിവ്, ചെയ്യാൻ അറിയുന്ന ഒരു കഴിവിനെയാണ് സ്കില്ല് എന്ന് പറയുന്നത്. അപ്പോൾ അവന് സ്കിൽഫുള്ളാണ്, ഒരുപാട് കഴിവൊക്കെ ഉള്ള ആളാണ് നമ്മുടെ കോബ്ര എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു, പിന്നെ ആളെന്താണ്? വളരെ എക്സ്പീരിയൻസ് ഉണ്ട്, ആൾക്കാരായിട്ട് തല്ലുണ്ടാക്കിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ്. ഹി കുഡ് മൂവ്, അവനെന്താണ്? മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അവന് ചലിക്കാൻ കഴിയുന്നുണ്ട്. ഷിഫ്റ്റ്ലി, ഇങ്ങനെ ഷിഫ്റ്റായിട്ട് ഓരോന്നിലേക്ക്, സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ അതാണ്, തമ്മിൽ ഇങ്ങനെ 1 by 1 എന്നൊക്കെ നമ്മൾ പറയില്ല, അതിനാണ് സ്വിഫ്റ്റ്ലി എന്ന് പറയുന്നത് കേട്ടോ. 1 by 1, പെട്ടെന്ന് എന്ന് പറയാം. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കാറിൻ്റെ മീനിങ് അതാണ്, പെട്ടെന്ന്, സഡൻലി എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, അവനെന്താണ്? പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് സ്ട്രൈക്ക്, പെട്ടെന്ന് തന്നെ അവനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും, അടിക്കാൻ അല്ലെങ്കിൽ കൊത്താനും സാധിക്കും. വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സ്പീഡ് പോകുന്നു. അപ്പോൾ നമ്മളൊരു പ്രകാശത്തിൻ്റെ ലൈറ്റ് പോകുന്നത് പോലെ തന്നെ, ഒരു പ്രകാശം പോകുന്ന അറിയാലോ, നിങ്ങൾ പഠിക്കുന്നുണ്ടാവില്ല, സയൻസിൽ പഠിച്ചിട്ടുണ്ടാവില്ല പ്രകാശത്തിൻ്റെ വേഗത എത്രയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ആ പ്രകാശം പോകുന്ന ആ വേഗതയിൽ തന്നെ ഇവൻ്റെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ കൊത്തുക അല്ലെങ്കിൽ അടിക്കുക, ഈ കൊത്തു പോകാൻ ഇവന് സാധിക്കും. അത്രയും എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററാണ്. അപ്പോൾ ഈ വേർഡ്സൊക്കെ ഓർത്ത് വെക്കുക. നമ്മൾ ആദ്യം മംഗൂസിനെ കുറിച്ചാണ് പറയുന്നത്. മംഗൂസ് എന്താണ്? ഒരു സൂപ്പർ ഫൈറ്ററാണ്, ക്ലവറാണ്, അഗ്രസീവാണ്. കോബ്ര എന്താണ്? സ്കിൽഫുള്ളാണ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററാണ്. ആൻഡ് ആളെന്താണ്? വളരെ സ്വിഫ്റ്റ്ലി, പെട്ടെന്ന് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. ആൻഡ് സ്ട്രൈക്ക്, പിന്നെന്താണ്? കടിക്കാൻ, പെട്ടെന്ന് ഒരാളെ കൊത്താനും നല്ല ലൈറ്റിൻ്റെ സ്പീഡിൽ കടിക്കാൻ കഴിയുന്നത് ഒരാളാണ്. ആൻഡ് സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ്, അവൻ്റെ ലോങ് ആയിട്ടുള്ള, വളരെ വലുതായിട്ടുള്ള അവൻ്റെ ബാക്കിലുള്ള അവൻ്റെ സാക്ക് എന്ന് പറയുന്നത്, സഞ്ചി. സാക്ക് എന്ന് പറഞ്ഞ മീനിങ് സഞ്ചി എന്നുള്ളതാണെന്ന് വെച്ചാൽ അവൻ ക്യാരി ചെയ്യുന്ന അവൻ്റെ ബോഡി. ആ സാക്ക് എന്ന് പറയുന്നത് എന്താണ്? അതിലുണ്ട് ആ ഷാർപ്പ് സാക്സിൽ എന്തുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഷാർപ്പ് ഫാങ്, നല്ല ഷാർപ്പായിട്ടുള്ള ഫാങ്സ്, കൊമ്പുള്ള പല്ലുണ്ട്. പാമ്പിനറിയാലോ, 2 കൊമ്പുള്ള പല്ലുണ്ടാവുമല്ലോ കോബ്രക്ക്, നല്ല കൊമ്പുള്ള പല്ലുണ്ട്. പിന്നെന്താണ്? കൊമ്പ് പോലത്തെ പല്ലിനാണ് ഫാങ്സ് എന്ന് പറയാം. വേർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം, അതിലുണ്ട്, ഫുൾ ഓഫ് മുഴുവനായിട്ടുണ്ട്, എന്ത്? ഓഫ് ഡെഡ്ലി, മരണം, ഉറപ്പായിട്ട് മരിക്കാൻ സാധ്യതയുള്ള വെനം എന്ന് പറഞ്ഞാൽ വിഷം. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇതെന്താണ്? ബാറ്റിൽ എന്ന് പറഞ്ഞാൽ യുദ്ധം, വാർ കേട്ടോ. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇതെന്താണ്? ചാമ്പ്യൻസിൻ്റെ വാറാണ്. നമ്മുടെ 2 ചാമ്പ്യൻസ് തമ്മിലുള്ള ഒരു വാറാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുകളിലെടുത്ത ആ ഒരു പാരഗ്രാഫ് ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. കാരണം ഈ പാഠത്തുനിന്ന് വരുന്ന ഒരുപാട് ഏത് ചോദ്യങ്ങൾക്കും ഇതിൽ നിന്നുള്ളൊരു ഉത്തരമുണ്ട്. കാരണം ഇതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ലെറ്റർ ചോദിച്ചാലും, ഇനി ഇവൻ്റെ ഡയറി ചോദിച്ചാലും, ഇനി ഇവനെക്കുറിച്ചുള്ള, ഇവന് വേറൊരാൾക്ക് ഈ അനുഭവം എഴുതാൻ പോകുന്ന ലെറ്റർ,
അങ്ങനെ എന്ത് ചോദിക്കുകയാണെങ്കിലും ഈ ഒരു പാരഗ്രാഫ് മസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇവൻ കണ്ട ഫൈറ്റിലെ മാംഗൂസ് എന്താണെന്നുള്ളതും ഇവൻ കണ്ട ഫൈറ്റിലെ മംഗൂസ് ആൻഡ് കോബ്രയും എങ്ങനെയായിരുന്നു. അപ്പോൾ ഫൈറ്ററാണ്, ക്ലെവറാണ്, അഗ്രസീവാണെന്ന് പറയുന്നുണ്ട്. മറ്റേ ഇതിൽ എന്ത് പറയുന്നുണ്ട്, ആൾ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററാണെന്ന് പറയുന്നുണ്ട്. സ്വിഫ്റ്റ്ലി സ്ട്രൈക്കാണ്, പിന്നെ എന്താണ് ആ സ്ട്രൈക്ക് എങ്ങനെയാണ്, ലൈറ്റിൻ്റെ സ്പീഡ് പോലെയാണ് അയാളുടെ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന ഈ കാര്യങ്ങൾ എന്താണ് എല്ലാ ക്വസ്റ്റ്യൻ ആൻസറിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് എക്സ്പെഷ്യലി ഒന്ന് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഇത് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതിൽ ഒന്നിൽ അടിവര ഇടുക, അല്ലെങ്കിൽ ഒരു ഡബിൾ ഇൻവെർട്ടർ കോമയിൽ ഇടുക. നിങ്ങൾക്ക് കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെന്താണ്, ബാറ്റിലാണ്, ആരുടെ, ചാമ്പ്യൻസിൻ്റെ ബാറ്റിലാണ് ഈ നടക്കാൻ പോകുന്നത്. ഹിസ്സിങ് എന്ന് പറഞ്ഞാൽ ചീറ്റുക കേട്ടോ. ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ, എതിരാളി. അപ്പോൾ എതിരാളിക്കെതിരെ എന്ത് ചെയ്യാണ്, ഹിസ്സിങ്, ആളിങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. എതിരാളികൾ തമ്മിൽ ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ് ഫോക്ക്, അവൻ്റെ ഫോർക്ക് ടങ്. അപ്പോൾ നമ്മളുടെ പാമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഫോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ചീറ്റുക. അവൻ്റെ ചീറ്റുന്ന നാവ്, ടങ് എന്ന് പറഞ്ഞാൽ നാവ്. അവൻ്റെ ചീറ്റുന്ന നാവ് എന്താണ്, ഡാർട്ടിങ് എന്ന് പറഞ്ഞാൽ മൂവ് ഫാസ്റ്റ്ലി, പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാമ്പിൻ്റെ നാവ് പുറത്തിടുന്നതും ബാക്കിലോട്ട് ഇങ്ങനെ ഇടുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഷിഫ്റ്റ്ലി ചെയ്യുമല്ലോ. അപ്പോൾ അതാണ് പറയണത്, പെട്ടെന്ന് ഇങ്ങനെ ആ ആളുടെ നാവ് ഇങ്ങനെ ചീറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇൻ ആൻഡ് ഔട്ട്, ഉള്ളിലേക്കും പുറത്തേക്കും. ദ കോബ്ര റൈസിങ് 3 of his 6 feet. നമ്മുടെ കോബ്ര എന്താണ്, റൈസ്ഡ്, ആളെന്താണ്, ഉയർന്നു നിന്നു. റൈസ്ഡ് എന്ന് പറഞ്ഞാൽ ആളിങ്ങനെ പത്തി വിടർത്തുമ്പോൾ ആളിങ്ങനെ ഉയർന്നു നിൽക്കുമല്ലോ. റൈസ് എന്ന് പറഞ്ഞാൽ ഉയരുക കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഉയർന്നു നിന്നു. 3 of his feet, അവൻ്റെ ഫീറ്റിൽ നിന്നും 3 feet ആൾ എന്ത് ചെയ്തു. അപ്പോൾ എത്ര 8 അടി പാമ്പ് എന്നൊക്കെ നമ്മൾ പറയാറ്. അപ്പോൾ അത്രയും അടിയുള്ള ഒരു 6 അടിയുള്ള വലിയൊരു പാമ്പാന്ന് കൂട്ടുക. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 അടി ആൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. ഫീറ്റ് ഓഫ് ദ ഗ്രൗണ്ടിൻ്റെ. ആൻഡ് ദ സ്പ്രെഡ് ഓഫ് ഹിസ് ബ്രോഡ്, പിന്നെ എന്ത് ചെയ്യാണ്, ബ്രോഡ് എന്ന് പറഞ്ഞാൽ പത്തി, അവൻ്റെ പത്തി എന്ത് ചെയ്യാണ്, സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ പരത്തി. ആൻഡ് സ്പെക്ടാക്കിൾഡ് ഹുഡ്, പിന്നെന്താണ്, ഹുഡ് എന്ന് പറഞ്ഞാലും പത്തി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്പെക്ടാക്കിൾഡ് എന്ന് പറഞ്ഞാൽ അത്രയും സ്പെക്ടാക്കിൾഡ് ഹുഡ് എന്ന് പറഞ്ഞാൽ അത്രയും അതിശയിപ്പിക്കുന്ന വലിയൊരു പത്തി ഉണ്ട് ആൾക്ക്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടൈൽ, പക്ഷെ ഇതൊന്നും മംഗൂസിനൊരു പേടിയൊന്നുമില്ല. മംഗൂസ് എന്ത് ചെയ്യാണ്, ബുഷ്ഡ്, അവൻ എന്ത് ചെയ്തു, തള്ളി നിന്നു. ഹിസ് ടൈൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ വാല്. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ, അവൻ്റെ സ്പൈനിലുള്ള ലോങ് ഹെയർ. അപ്പോൾ മംഗൂസിന് ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ദ മംഗൂസിൻ്റെ ഹെയർ എന്താണ്, ഓൺ ഹിസ് സ്പൈൻ എന്ന് പറഞ്ഞാൽ മുതുക്. അവൻ്റെ മുതുകിലുള്ള അവൻ്റെ ഹെയർ എന്താണ്, സ്റ്റുഡ് അപ്പ്, അങ്ങനെ പൊന്തി നിന്നു. ആളിങ്ങനെ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഹെയർ ഇങ്ങനെ റൈസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻ ദ പാസ്റ്റ്, പഴയ കാലങ്ങളിൽ എന്താണ്, ഇൻ ദ പാസ്റ്റ് എന്നാലും മുൻകാലങ്ങളിൽ, ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ, ഈ മംഗൂസിൻ്റെ തിക്നെസ് ആയിട്ടുള്ള ഹെയർ എന്ന് പറയും. തിക്നെസ് എന്ന് പറയുന്നത് കൂട്ടം കൂടി നിൽക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുക, അതിനാണ് തിക്നെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നല്ല കൂടുതലായിട്ട് നിൽക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ കൂടുതലായി നിൽക്കുന്ന മംഗൂസിൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഹാഡ് സേവ്ഡ്, അതെന്താണ്, സേവ് ചെയ്യുമായിരുന്നു. ഈ മംഗൂസിനെ രക്ഷിക്കുമായിരുന്നു. ഫ്രം ബൈറ്റ്സ്, കടിയിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പിൻ്റെ കൊത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ജീവികളിൽ നിന്നുള്ള കടി. ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കടികളിൽ നിന്നൊക്കെ ഇവനെ സേവ് ചെയ്യുന്നത് ഇവൻ്റെ ഹെയർ ആണ് എന്നാണ് പറയുന്നത്. തിക്നെസ് ആയിട്ടുള്ള ഹെയർ ആണ് എന്ന് പറയുന്നത്. ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ, അതെന്താണ്, ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ ടു അതേഴ്സ്, അതെന്താണ്, ബാക്കിയുള്ളവർക്ക് എന്താണ്, ഒരു തടസ്സം ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ അത്രയും ഹെയർ ഉണ്ട് എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഇവനൊരു പേടിയില്ല. ഇവൻ ഇങ്ങനത്തെ ശരീരമായതുകൊണ്ട് ഇവനൊരു പേടിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവൻ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. അപ്പോൾ ദ കോമ്പിറ്റൻസ്, നമ്മുടെ കോമ്പിറ്റൻസ്, എതിരാളികൾ തമ്മിലുള്ള നമ്മുടെ ഓപ്പോസിഷൻ നമ്മളെ എതിരാളികൾ എന്താണ്, വെയർ അൺഅവെയർ, അവരെന്താണ്, അറിയുന്നില്ലായിരുന്നു, ബോധവാന്മാരായിരുന്നില്ല. അവെയർ എന്ന് പറഞ്ഞാൽ ബോധവാന്മാരാവുക, അൺഅവെയർ എന്ന് പറഞ്ഞാൽ ബോധവാന്മാരല്ല. അപ്പോൾ അവരെന്താണ്, ബോധവാന്മാരല്ലായിരുന്നു. ഓഫ് മൈ പ്രസൻസ്, എൻ്റെ സാന്നിധ്യം, ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുന്ന, എൻ്റെ പ്രസൻസ് എന്നാൽ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. ഇൻ ദ ബനിയൻ ട്രീ, ആ മരത്തിൽ.
ദേ സൂൺ ബിക്കെയിം അവെയർ ഓഫ് ദ അറൈവൽ. ദേ സൂൺ അവർ പെട്ടെന്ന് എന്താണ് ബിക്കെയിം ആയി, അവെയർ അവർ ബോധവാന്മാരായി, അവർ പെട്ടെന്ന് ബോധവാന്മാരായി എന്തിനെ കുറിച്ച്, ഓഫ് ദ അറൈവൽ എത്തിച്ചേരലിനെ കുറിച്ച് ബോധവാന്മാരായി, ഓഫ് ടു അതർ സ്പെക്ടാറ്റേഴ്സ് കാണികൾ. സ്പെക്ടാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കാണികൾ. അപ്പോൾ ദേ സൂൺ ബിക്കെയിം അവെയർ, അവർക്കൊരു ബോധം ഉണ്ടായിരുന്നു പക്ഷെ അവരറിഞ്ഞു. അവെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബോധവാന്മാരാവുക എന്ന് വെച്ചാൽ അവരറിഞ്ഞു. ഓഫ് അറൈവൽ ഒരു എത്തിച്ചേരലിനെ കുറിച്ച് അവരറിഞ്ഞു. ഓഫ് ടു അതർ സ്പെക്ടാറ്റേഴ്സ് വേറെ രണ്ട് കാണികൾ. ആ രണ്ട് കാണികളാണ് ആരാണ്? വൺ വാസ് എ മൈന ആൻഡ് ദ അതർ എ ജംഗിൾ ക്രൗ. ഒന്ന് മൈനയായിരുന്നു, പിന്നെന്തായിരുന്നു, ഒരു കാട്ടുകാക്ക എന്നൊക്കെ വന്ന് പറയാം. ജംഗിൾ ക്രൗ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. നോട്ട് ദ വൈലി അർബൻ ക്രൗ, നാട്ടിലൊന്നും കാണുക. അർബൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൻപുറത്ത് കാണുന്ന ആ പോലെ അങ്ങനത്തെ ഒരു കാക്കയല്ല, പക്ഷേ ഒരു സാധാ ഒരു കാക്കാനെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടാളുകളാണ് ഇനി ഇവരാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് ഇനി പറയാൻ പോകുന്നത്. ഈ മൈന ഇവരെന്താണ് ഒരു അതിബുദ്ധി കാണിക്കുന്നുണ്ട്, അത് ഇനി നമ്മൾ പറയാൻ പോവാണ്. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻസ്. ദേ ഹാഡ് സീൻ അവരെന്താണ് കാണുന്നുണ്ടായിരുന്നു, ദീസ് ഇവരുടെ പ്രിപ്പറേഷൻസ് തയ്യാറെടുപ്പുകൾ, ഫോർ ബാറ്റിൽ അവരുടെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ, ഇവർ രണ്ടുപേരുടെയും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഈ മൈനയും ക്രൗവും കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഇവരെന്ത് ചെയ്തു, സെറ്റിൽ ചെയ്തു, നിന്നു. എവിടെയാണ്? ഓൺ ദ കാറ്റസ്. കാറ്റസിൻ്റെ മീനിങ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, എന്താണ്? കുറ്റിച്ചെടി. അവരൊരു കുറ്റിച്ചെടിൻ്റെ മുകളിൽ എന്ത് ചെയ്തു, ഇങ്ങനെ സെറ്റായി നിന്നു. ടു വാച്ച് ദ ഔട്ട്കം, എന്താണ് ഇനി പുറത്തേക്ക് വരാൻ പോകുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഔട്ട്കം എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്ന സംഭവം. അപ്പോൾ ഇനി എന്താണ് പുറത്തേക്ക് വരാൻ പോകുന്നത്, ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇങ്ങനെ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ പറയാണ്, ഹാഡ് ദേ ബീൻ കോണ്ടൻറ്റ്, അവർക്ക് എന്താണ് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, അവരുടെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഓൺലി ടു വാച്ച്, കാണുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അവരുടെ ഉദ്ദേശം കാണുക മാത്രമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം, അതായിരിക്കും അവർക്ക് നല്ലത്. ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ വെറും ഈ സംഭവം കാണുകയാണെങ്കിൽ അവർക്ക് അതാണ് നല്ലത്. ഈ ബാറ്റിൽ അവർ ഇടപെടുകയാണെങ്കിൽ അവർക്ക് എന്താണ്, എന്തായാലും പാമ്പിൻ്റെ കടിയോ അല്ലെങ്കിൽ നമ്മുടെ മാംഗൂസിൻ്റെ എന്തെങ്കിലും ഒരു അടിയോ എന്തെങ്കിലും കിട്ടും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ്, അവർ കാണികൾ മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും. പക്ഷേ ഇവരെന്ത് ചെയ്യാണ്, വെറും കാണികളായിട്ട് മാത്രം നിൽക്കില്ല. ഇവർ മംഗൂസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കോബ്രയെ അടിച്ചിടാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ആ സീന് നമ്മൾ പറയാൻ പോവാണ്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്. കോബ്ര എന്ത് ചെയ്തു, നിന്നു. ഓൺ ദ ഡിഫെൻസീവ് ഓപ്പോസിഷനായിട്ട്, അവൻ്റെ ഡിഫെൻഡറായിട്ട് ആൾ നിന്നു, എതിരാളിയായിട്ട് ആളിങ്ങനെ നിൽക്കുകയാണ്. സ്വായിങ് അവരെന്താ ഇങ്ങനെ ആടുകയാണ്. സ്വായിങ് എന്ന് പറഞ്ഞാൽ ആടുക. സ്വായിങ് സ്ലോവലി, അവൻ പതിയെ ഇങ്ങനെ ആടി, അവൻ പത്തിയോണ്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ ആടി. ഫ്രം ദ സൈഡ് ടു സൈഡ്, ഒരു സൈഡിൽ നിന്നും വേറൊരു സൈഡിലേക്ക് ആളിങ്ങനെ ആടി. ട്രൈങ് ടു മെസ്മറൈസ് എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുക. ട്രൈങ് ടു അവൻ ശ്രമിച്ചു, മെസ്മറൈസ് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. ദ മംഗൂസിനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. എന്തിന്? ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്. അപ്പോൾ മംഗൂസിനൊരു ഫാൾസ് എന്ന് പറഞ്ഞാൽ തെറ്റായ, മൂവ് എന്ന് പറഞ്ഞാൽ ചലനം. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് ടു സൈഡ് ഇങ്ങനെ പതിയെ ഇങ്ങനെ മാറിയിട്ട് മംഗൂസിനൊരു പോയിന്റ് കിട്ടാണ്ടിരിക്കുക, ഒരു ഫാൾസ് മൂവ് ഉണ്ടാക്കുക. അപ്പോൾ മംഗൂസ് ഇങ്ങോട്ട് ചാടുമ്പോൾ കോബ്ര എന്ത് ചെയ്യും, ഈ സൈഡിലേക്ക് പോരും. അപ്പോൾ അതുപോലത്തെ ഒരു ഫാൾസ് മൂവ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബട്ട് ദ മംഗൂസ് നോ, പക്ഷേ അങ്ങനെയൊന്നും അവനെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ബട്ട് ദ മംഗൂസ് നോ, മംഗൂസിന് അറിയാം ദ പവർ ഓഫ് ഹിസ് ഓപ്പോണൻസ് ഗ്ലാസി, അവൻ്റെ ഓപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എതിരാളി, അവൻ്റെ എതിരാളിയുടെ ഗ്ലാസി എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ്റെ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഗ്ലാസി എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു ചലനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ്റെ ആ ഒരു ഐഡിയ ഇവൻക്ക് അറിയാം, ശരിക്കറിയാം, മംഗൂസിന് ശരിക്കറിയാം എന്താ ഇപ്പോൾ പാമ്പ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അവനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മംഗൂസ് എന്താണ്, അൺവിങ്കിങ് ഐസ്, ഇമ ചിമ്മാതെ. വിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ചിമ്മണീനാണ്. അപ്പോൾ അൺവിങ്കിങ്, ഇമ ചിമ്മാതെ എന്ന് വെച്ചാൽ നമ്മളെ കണ്ണിങ്ങനെ ചിമ്മാതെ ഇങ്ങനെ നിൽക്കുകയാണ്, ആളിങ്ങനെ നിൽക്കുകയാണ്. ഐസ് ആൻഡ് റെഫ്യൂസ്ഡ് ടു മീറ്റ് ദം, പിന്നെ ആളെന്താണ്
തമ്മിൽ കണ്ടുമുട്ടൽ ആളിങ്ങനെ റെഫ്യൂസ് ചെയ്തു, ഉപേക്ഷിച്ചു. എന്ന് വെച്ചാൽ ആളിങ്ങനെ നോക്കി ഒരു ചാൻസിന് വേണ്ടിയിട്ട്, അവനെ പിടിക്കാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കണം. അതുകൊണ്ട് തന്നെ ഇവൻ കൊത്താൻ വരുന്നതിൽ നിന്ന് ആൾ എന്ത് ചെയ്തു, റെഫ്യൂസ് ചെയ്തു, മാറി നിൽക്കുകയാണ്. ഇൻസ്റ്റഡ് പകരം, ഹീ ഫിക്സ്ഡ്. ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പകരം. ഇൻസ്റ്റഡ് ഹീ ഫിക്സ്ഡ് ഹിസ് ഗെയ്സ്. അവൻ്റെ ഗെയ്സ് എന്ന് പറഞ്ഞാൽ എന്താ, തുറിച്ച് നോക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ് കേട്ടോ. ഒരുപാട് പാഠത്തിൽ വരുന്നൊരു വാക്കാണ് ഗെയ്സ്, തുറിച്ച് നോക്കുക. ഇൻസ്റ്റഡ് ഹീ ഫേസ്ഡ് ഹിസ് ഗെയ്സ്. അവൻ്റെ തുറിച്ച് നോട്ടത്തിന് പകരമായിട്ട്, ഇൻസ്റ്റഡ് പകരമായിട്ട് ഹീ ഫിക്സ്ഡ്. ഇപ്പം ഈ ഒരു ഇവന് തമ്മിൽ നോക്കുന്ന ഒരു ചാൻസ് ഇവൻ റെഫ്യൂസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, നിരസിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇൻസ്റ്റഡ് ആ റെഫ്യൂസ് ചെയ്യുന്നതിന് ഇവന് പകരമായിട്ട് അവൻ എന്താ ചെയ്തത്, ഹീ ഫിക്സ്ഡ്, അവൻ ഫിക്സ് ചെയ്തു ഹിസ് ഗെയ്സ്, അവൻ്റെ തുറിച്ച് നോട്ടം, അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ, അവൻ ഒരു പോയിന്റിലേക്ക്, ജസ്റ്റ് ബിലോ ഓഫ് ദ കോബ്രാസ് ഫുഡ്. അപ്പോൾ കോബ്രയുടെ പത്തിയുടെ നേരെ താഴെ അവൻ എന്ത് ചെയ്തു, അവൻ്റെ തുറിച്ച് നോട്ടം നിന്നു. അപ്പോൾ കോബ്രയ്ക്ക് അവനൊരു ചാൻസ് കിട്ടിയാൽ അവൻ അവിടെ കയറി പിടിക്കുക, അവിടെ കയറി കടിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അവൻ അവിടെ എന്ത് ചെയ്തു, അവൻ്റെ തുറിച്ച് നോട്ടം വെച്ചു. ആൻഡ് ഓപ്പൺഡ്, എന്നിട്ട് അവൻ ആ സ്പോട്ടിൽ അവൻ ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട് ഓപ്പൺഡ്, അവൻ തുറന്നു ദ അറ്റാക്ക്. എന്ന് വെച്ചാൽ അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അവിടെ. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി, പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി. അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, കോബ്ര എത്തുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്തു, അവൻ മൂവ് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ മംഗൂസ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഹി മെയ്ഡ് എ ഫെയിൻറ്റ്, അവൻ എന്ത് ചെയ്തു, ഹി മെയ്ഡ് എ ഫെയിൻറ്റ്. ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധ തിരിക്കുക എന്ന് പറയാം, ശ്രദ്ധ തിരിക്കുന്ന ചലനം. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഹി മെയ്ഡ് എ ഫെയിൻറ്റ്, ഒരു ശ്രദ്ധ തിരിക്കുന്ന ചലനമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കോബ്ര എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഹുഡ് ഇങ്ങനെ ചലിപ്പിക്കുകയാണല്ലോ, എന്തിന്, ഇവൻക്കൊരു ഒരു ഫാൾസ് മൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മംഗൂസ് എന്ത് ചെയ്തു, ഇവനൊരു ഫാൾസ് മൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പാച്ചിലാണ് പാഞ്ഞു. ടു വൺ സൈഡ്, ഒരു ഭാഗത്തേക്ക്. ഇമീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ദ കോബ്ര സ്ട്രക്ക്. ആ സമയത്ത് എന്ത് ചെയ്തു, കോബ്ര എന്ത് ചെയ്തു, സ്ട്രക്ക് എന്ന് പറഞ്ഞാൽ കടിക്കുക, അല്ലെങ്കിൽ അടിക്കുക, അല്ലെങ്കിൽ കൊത്തുക. ഇവിടെ മീനിങ് കൊത്തുക കേട്ടോ. ഇമീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ദ കോബ്ര സ്ട്രക്ക്, കോബ്ര എന്ത് ചെയ്തു, സ്ട്രക്ക് ചെയ്തു, കൊത്തി. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ ടു സ്വിഫ്റ്റ്ലി, അവൻ്റെ വളരെ ഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന അവൻ്റെ ഹുഡ് ഉണ്ടല്ലോ, പത്തി വിടർത്തി നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ, അവൻ്റെ പത്തി കെയിം ഡൗൺ, താഴോട്ട് പോയി, സോ സ്വിഫ്റ്റ്ലി, വളരെ പെട്ടെന്ന്. എന്ന് വെച്ചാൽ താഴോട്ട് പാമ്പ് കൊത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, പെട്ടെന്ന് തന്നെ പോയി. ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മാംഗോസ്, അവൻ്റെ ആ മൂവ്മെൻറ്റ് കണ്ടപ്പോൾ നത്തിങ്, ഒരാൾക്കും കഴിയില്ല, കുഡ് സേവ് ദ മാംഗോസ്, നമ്മുടെ മംഗോസിനെ സംരക്ഷിക്കാൻ, സേവ് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത്. ബട്ട് ദ ലിറ്റിൽ ഫെലോ, പക്ഷെ നമ്മുടെ ചെറിയ ചെറുക്കണ്ടല്ലോ, ലിറ്റിൽ ഫെലോ എന്ന് പറയുന്നത്, ഫെലോ എന്ന് പറഞ്ഞാൽ വ്യക്തി, അപ്പോൾ അത് ഇവിടെ പറയുന്നത് നമ്മുടെ ആ ചെറിയ ചെറുക്കനുണ്ടല്ലോ, ലിറ്റിൽ ഫെലോ, ജംപ്ഡ് നീറ്റ്ലി, അവൻ എന്ത് ചെയ്തു, ചാടി, നീറ്റ്ലി, വളരെ നീറ്റായിട്ട് തന്നെ അവൻ ചാടി, ടു വൺ സൈഡ്, വേറൊരു ഭാഗത്തേക്ക് ചാടി. ആൻഡ് ഡാർട്ടഡ്, എന്നിട്ട് എന്ത് ചെയ്തു, ആൻഡ് ഡാർട്ടഡ്, അവൻ എന്താണ്, അകന്നുപോയി. ഡാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഡാർട്ടിങ് എവേ, അവൻ എന്ത് ചെയ്തു, അകന്നുപോയി, എഗെയിൻ, വീണ്ടും, ഔട്ട് ടു റീച്ച്, ഈ നമ്മുടെ കോബ്രയ്ക്ക് എത്താൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറം അവൻ എന്ത് ചെയ്തു, അകന്നു പോയി. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞില്ലേ, അവൻ്റെ ഈ പിക്ചറിൽ നോക്കിയാൽ കാണാൻ എന്താണ്, അവർ തമ്മിലുള്ള ഫൈറ്റ്. ഇവൻ എവിടെ നോക്കി കാണുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞു ബെനീത്ത്, താഴെയാണ്. അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു, കുറ്റിച്ചെടിൻ്റെ മുകളിൽ ഒരു മൈനയും ഒരു ക്രൗവും നിൽക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ്. ദ മൊമെൻറ്റ് ദ കോബ്ര സ്ട്രക്ക്, ആ കോബ്ര സ്ട്രക്ക് ചെയ്യുന്ന ആ മൊമെൻറ്റ്, അപ്പോൾ കോബ്ര ഒരു പ്രാവശ്യം ഒന്ന് സ്ട്രക്ക് ചെയ്തു, ഒന്ന് കൊത്തി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ സമയത്ത് ദ ക്രൗ ആൻഡ് ദ മൈന ഹർൾഡ് എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ് മീനിങ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ മീനിങ് പെട്ടെന്ന് മൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയും മീനിങ്. അപ്പോൾ ദ ക്രൗവും മൈനയും ആ കോബ്ര കടിക്കുന്ന സമയത്ത് ഹർൾഡ് ദംസെൽഫ്, അവരെന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ആ കുറ്റിച്ചെടിയിൽ നിന്നും ഉയർന്ന് ഇവനിലേക്ക് ഓടി. ദംസെൽഫ്, അവർ സ്വയം, അറ്റ് ഹിം ഓൺലി ടു കോൾ ഇഡ്, എന്നിട്ട് അവരെന്ത് ചെയ്തു, കൂട്ടിയിടിച്ചു.
പക്ഷെ അവർക്ക് എന്ത് ചെയ്തു, കൂട്ടിയിടിക്കാനേ സാധിച്ചുള്ളൂ. ഓൺലി ടു കോളിഡ്, അവർക്ക് കൂട്ടിയിടിക്കാനേ സാധിച്ചുള്ളൂ ഹെവിലി, വളരെ ഹെവി ആയിട്ട്, ഇൻ ദ മിഡ് എയർ, ആ മിഡ് എയറിൽ. അപ്പോൾ അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ രണ്ടാളും ഒരുമിച്ചാണ് പൊന്തിയത്, ഹറൾഡ് ചെയ്തത്. ആ ഹറൾഡ് ചെയ്ത സമയത്ത് അവരെന്ത് ചെയ്തു, അവർക്ക് കോളിഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കുക, അവർ തമ്മിലാണ് കൂട്ടിയിടിച്ചു. ഈ മൈനയും ക്രൗവും തമ്മിൽ കൂട്ടിയിടിച്ചു. ആ സമയത്ത് അവരെന്ത് ചെയ്തു, സ്ട്രൈക്കിങ്, അവരെന്ത് ചെയ്തു, ഞെട്ടിക്കുന്ന രീതിയിൽ അവർ ഞെട്ടി. സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവരൊന്ന് ഞെട്ടി, തമ്മിലാണ് കൂട്ടിയിടിക്കുമ്പോൾ ഒന്ന് ഞെട്ടുമല്ലോ, അപ്പോൾ അവരൊന്ന് ഞെട്ടി. അറ്റ് ഈച്ച് അതർ, തമ്മിൽ അങ്ങോട്ട് ഞെട്ടി. ദേ റിട്ടേൺ ടു ദ കാറ്റസ് പ്ലാനറ്റ്, എന്നിട്ട് അവരെന്ത് ചെയ്തു, കാറ്റസ് പ്ലാനറ്റിലേക്ക് തന്നെ തിരിച്ചു പോന്നു. എ ഫ്യൂ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു, ഒരു ചെറിയ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് എന്ത് ചെയ്തു, ഗ്ലിസ്റ്റണ്ട്, തിളങ്ങി കണ്ടു. ഓൺ ദ കോബ്രാസ് ബാക്ക്, കോബ്രയുടെ ബാക്കിൽ ഇങ്ങനെ കണ്ടു. ദ കോബ്ര സ്ട്രക്ക് എഗെയിൻ, ഈ സമയത്ത് വീണ്ടും എന്ത് ചെയ്തു, കോബ്ര എന്ത് ചെയ്തു, സ്ട്രക്ക് ചെയ്തു, കടിച്ചു അല്ലെങ്കിൽ കൊത്തി. ആൻഡ് മിസ്ഡ്, ആ സമയത്ത് മിസ് ചെയ്തു. എഗെയിൻ, വീണ്ടും ദ മാംഗോ സ്പ്രാങ്ക് അസൈഡ്. സ്പ്രാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ ജംപ്ഡ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ജംപ്ഡ് നീറ്റ്ലി എന്ന് പറയുന്നതിന് വേറൊരു വാക്ക് ഇവിടെ ഉദ്ദേശിച്ചതാണ് കേട്ടോ. സ്പ്രാങ്ക്, ജംപ്ഡ് നീറ്റ്ലി. ഇനി അതിന് എന്താ വേറൊരു മീനിങ്, ജംപ് സഡൻലി എന്നാണ്, പെട്ടെന്ന് ചാടി എന്നുള്ളതാണ്. സ്പ്രാങ്ക് എസൈഡ്, ഒരു സൈഡിലേക്ക് ചാടി. അപ്പോൾ അവനെ ഒരു ഭാഗത്തേക്ക് ചാടിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്, ഒരു ചെറിയ ബിറ്റാണ് അവൻ ചാടിയുള്ളൂ. എഗെയിൻ, വീണ്ടും ദ ബേർഡ്സ് ഡൈവഡ്, ആ സമയത്ത് വീണ്ടും എന്ത് ചെയ്തു, നമ്മുടെ ബേർഡ്സ് മൈനയും ക്രൗവും എന്ത് ചെയ്തു, ഡൈവഡ്, അവർ ഡൈവ് ചെയ്തു. ഡൈവ് ചെയ്യാന്ന് ഒരു സൈഡിലേക്ക് ചാടി. അറ്റ് ദ സ്നേക്ക്, സ്നേക്കിൻ്റെ അടുത്തേക്ക് ചാടി. പമ്പ്ഡ്, പിന്നെ ആ സമയത്ത് അവരെന്ത് ചെയ്തു, പമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ മീനിങ് കുതിക്കുക എന്നുള്ളതാണ്. പമ്പ്ഡ്, അവരെന്ത് ചെയ്തു, കുതിച്ചു. ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റഡ്, രണ്ടാളും കുതിച്ചു. ആൻഡ് റിട്ടേൺഡ് സ്ട്രെങ്കിങ്, അപ്പോൾ അവർ വീണ്ടും കൂട്ടിയിടിച്ചിട്ട് എന്ത് ചെയ്തു, ഞെട്ടിയിട്ട് ടു ദ സേഫ്റ്റി ടു സേഫ്റ്റി ഓഫ് ദ കാറ്റസ്, അവരെന്ത് ചെയ്താണ്, കാറ്റസിലേക്ക് തന്നെ അവർ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ റസ്കിൻ ബോണ്ട് പറഞ്ഞിരുന്നു, അവർക്ക് ആ കളി കണ്ട് ഇവർ തമ്മിലുള്ള ഫൈറ്റ് മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്തു, അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ മങ്കൂസിനെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മങ്കൂസിന് ആരുടെയും സഹായം വേണ്ട. പക്ഷെ ഇവരെന്ത് ചെയ്താണ്, വെറുതെ അതിൻ്റെ ഇടയിൽ കയറിയതാണ്. ദ തേർഡ് റൗണ്ട് ഓഫ് ഫോളോഡ് ദ സെയിം കോഴ്സ്. ദ തേർഡ് റൗണ്ട്, അപ്പോൾ 2 വർഷം കൊത്തിയല്ലോ, ഇനി 3ാമത്തെ പ്രാവശ്യം കൊത്താൻ അവൻ പോയി. ഫോളോഡ് ദ തേർഡ് റൗണ്ട്, 3ാമത്തെ റൗണ്ടിലും ഫോളോഡ് ദ സെയിം കോഴ്സ്, ഈ സെയിം പരിപാടി തന്നെ നടന്നു. സെയിം പരിപാടി എന്തായിരുന്നു, അവൻ കൊത്താൻ നോക്കി, പക്ഷെ അവൻ കൊത്തിയിലെ ഒരു സൈഡിലേക്ക് മങ്കൂസ് ചാടി. ആസ് ദ ഫസ്റ്റ്, ആ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ. ബട്ട് വിത്ത് വൺ ഡ്രാമാറ്റിക് ഡിഫറൻസ്, ഇതിലെന്താണ്, ഒരു ഡ്രാമാറ്റിക് ഡിഫറൻസ് നടന്നു, ഒരു നാടകീയമായ ഒരു മാറ്റം നടന്നു. അതെന്താണ്, ദ ക്രൗ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമൈൻഡ്, അവരെന്താണ്, സ്റ്റിൽ ദ ക്രൗ ആൻഡ് മൈന സ്റ്റിൽ ഡിറ്റർമൈൻഡ്, അവരെന്താണ്, നിർണ്ണയിക്കപ്പെട്ടു. ഡിറ്റർമൈൻ എന്ന് പറഞ്ഞാൽ നിർണ്ണയിക്കപ്പെടുക. അവരെന്താണ്, നിർണ്ണയിക്കപ്പെട്ടു ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്, അവരെന്താണ്, അവരുടെ പഴയ പ്രൊസീഡിങ് തന്നെ വീണ്ടും ചെയ്തു. പ്രൊസീഡിങ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക, അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ഇതിനാണ് പ്രൊസീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രൊസീഡിങ്, അവരുടെ പഴയ ആ സെയിം പരിപാടി ഉണ്ടല്ലോ, അത് വീണ്ടും 3ാമത്തെ പ്രാവശ്യം അവർ ചെയ്തു. ഡൈവഡ്, അവർ ചാടി. അറ്റ് ദ കോബ്രയിലേക്ക് ചാടി. ബട്ട് ദിസ് ടൈം, ഈ സമയത്ത് ദേ മിസ്ഡ് ഈച്ച് അതർ, അവർ തമ്മിൽ കൂട്ടിയിടിച്ചില്ല, അവർ മിസ്സായി, ഈ കൂട്ടിയിടിക്കൽ മിസ്സായി. ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്, അവരുടെ മാർക്കും മിസ്സായി. ഈ കോബ്ര എന്ന് പറയുന്ന അവരുടെ മാർക്കും അവർക്ക് മിസ്സായി. ദ മൈന, ആ സമയത്ത് എന്ത് ചെയ്തു, ദ മൈന ഫ്ലൂ, മൈന പെട്ടെന്ന് പറന്നു. ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു. ഓൺ ദ റീച്ച് ഓഫ് ഇറ്റ്സ് പേർച്ച്, അവന് ഒരു പേർച്ച് എന്നുള്ള ഒരിടം, പേർച്ച് എന്ന് പറഞ്ഞാൽ ഒരിടം, ഒരിടത്തിലേക്ക് അവൻ എത്തുന്ന രീതിയിൽ റിട്ടേൺ അവൻ പറന്നു. ബട്ട് ദ ക്രൗ, പക്ഷേ ക്രൗവിന് എന്ത് ചെയ്തു, ട്രൈ ടു പുൾ അപ്പ്, നമ്മുടെ ക്രൗ എന്ത് ചെയ്തു, പൊന്താൻ നോക്കി. പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ ഉയരാൻ നോക്കി. ഇൻ ദ മിഡ് എയർ, മുകളിലേക്ക് ഉയരാൻ നോക്കി. ആൻഡ് ദ ടേൺ ബാക്ക്, എന്നിട്ട് എന്ത് ചെയ്തു, ബാക്കിലോട്ട് തിരിഞ്ഞു.
ഇൻ ദ സെക്കൻഡ്, ഈ സെക്കൻഡിൽ, ഈ സമയത്ത്, ഈ ഒറ്റ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, അവൻ എന്ത് ചെയ്താണ്, ഇത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചു, ഈ സംഭവം ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചു. ദ കോബ്ര എന്ത് ചെയ്തു, വൈപ്പ്ഡ്, തുടച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ വൈപ്പ് എന്ന് പറഞ്ഞാൽ തുടക്കുക, ഹിസ് ഹെഡ് എന്ന് വെച്ചാൽ ആള് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ കൊത്താനുള്ള ആ ലക്ഷ്യത്തോടു കൂടി അവൻ പോയി എന്നുള്ളതാണ് പറയുന്നത്. വൈപ്പ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ഓൺ ദ സ്ട്രക്ക്, എന്നിട്ട് ബാക്ക് ആൻഡ് സ്ട്രക്ക്, അവനെന്താണ് അവൻ്റെ ബാക്കിലോട്ട് കോബ്ര എന്ത് ചെയ്തു, പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഇവനെയാണ് സ്ട്രക്ക് ചെയ്തു. വിത്ത് എ ഗ്രേറ്റ് ഫോഴ്സ്, നമ്മുടെ ക്രൗവിനെ ഒരു ഗ്രേറ്റ് ഫോഴ്സോട് കൂടി സ്ട്രക്ക് ചെയ്തു, കൊത്തി, നല്ല ഫോഴ്സോട് കൂടി തന്നെ നമ്മളെ ക്രൗവിനാണ് കൊത്തി. ഹിസ് സ്നൗട്ട്, എന്തുകൊണ്ടാണ് കൊത്തിയത്, സ്നൗട്ട് എന്ന് പറഞ്ഞാൽ മൂക്കും വായക്കും ഒരുമിച്ച് പറയുന്ന വാക്കാണ് സ്നൗട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഹിസ് സ്നൗട്ട്, അവൻ്റെ മൂക്കും വായും, നമ്മുടെ കോബ്രയുടെ മൂക്കും വായും എന്താണ്, തബ്ഡിങ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തോടു കൂടി വീഴുക. അവൻ്റെ മൂക്കും വായും എന്താണ്, ശബ്ദത്തോടു കൂടി വീണു എന്ന് വെച്ചാൽ നമ്മുടെ പാമ്പ് അങ്ങനെയാണല്ലോ കൊത്തുക. എഗെയിൻസ്റ്റ് ദ ക്രൗസ് ബോഡി, ക്രൗസിൻ്റെ നമ്മുടെ കാക്കയുടെ ബോഡിയിലേക്കാണ് വീണു. അവൻ്റെ മൂക്കും വായും അങ്ങോട്ട് ചെന്ന് പെട്ടെന്ന് അവനെ ഗ്രേറ്റ് ഫോഴ്സോട് കൂടി കൊത്തി. ഐ സോ, അപ്പോൾ റസ്കിൻ ബോണ്ട് പറയണ, ഞാൻ കണ്ടു, ദ ബേർഡ് ഫ്ലങ്, നമ്മുടെ ക്രൗ എന്ത് ചെയ്തതാണ്, ഫ്ലങ് ഒന്നിങ്ങനെ പറക്കുന്നത് കണ്ടു, നിയർലി കുറച്ചപ്പുറത്തേക്ക്, അത് എത്രയാണ്, ഏകദേശം ഒരു 20 feet അക്രോസ്, ഏറിപ്പോയ ഒരു 20 feet അവന് എന്ത് ചെയ്തു, പറന്നിട്ടുണ്ടാവും. അക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ, എറൗണ്ട് ചെയ്തിട്ട് ദ ഗാർഡൻ, ഈ ഗാർഡനിൽ മൊത്തം ഒരു 20 feet മാത്രം ആളെന്ത് ചെയ്തു, 20 feet മാത്രം ആളിങ്ങനെ പറന്നിട്ടുണ്ടാവുള്ളൂ. ആ 20th ഫീറ്റിൽ എന്ത് ചെയ്തു, ആളെന്ത് ചെയ്തു, ആഫ്റ്റർ ഫ്ലറ്ററിങ്, ആളിങ്ങനെ ചിറകടിച്ചു. എബൌട്ട് ഫോർ എ വൈൽ, കുറച്ച് നേരം കൂടി ആളെന്ത് ചെയ്തു, ചിറകടിച്ച് നിന്നു. ഇറ്റ് ലേ സ്റ്റിൽ, എന്നിട്ട് അതെന്ത് ചെയ്തു, അങ്ങോട്ട് കടന്നു എന്ന് പറഞ്ഞാൽ ആളങ്ങോട്ട് മരിച്ചു എന്ന് പറയുന്നത്. ദ മൈന റിമൈൻഡഡ്, ഈ സമയം മൈന എന്ത് ചെയ്തു, ഓർത്തു. റിമൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഓർത്തു. ഓൺ ദ കാറ്റസ് പ്ലാന്റ്, ആ കാറ്റസ് പ്ലാന്റിനെ കുറിച്ച് ഓർത്തു എന്ന് വെച്ചാൽ ഈ കാറ്റസ് പ്ലാന്റിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു, വെറുതെ ഇതിൽ ഇടപെടണ്ടായിരുന്നു എന്നുള്ളത് ആ മൈന ആ സമയത്ത് ഓർത്തു. വെരി വൈസ്ലി, അപ്പോൾ മൈന എന്ത് ചെയ്തു, വളരെ ബുദ്ധിയോടുകൂടി റിഫ്രൈൻഡ് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക. മൈന എന്ത് ചെയ്തു, വളരെ ബുദ്ധിയോടുകൂടി മാറി നിന്നു. ഫ്രം ദ ഇൻ്റർഫ്രൈങ് എഗെയിൻ, ഇൻ്റർഫ്രൈ എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക, കേട്ടോ. റിഫ്രൈൻഡ് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക. അപ്പോൾ കോബ്ര, നമ്മുടെ മൈൻ എന്ത് ചെയ്തു, വളരെ ബുദ്ധിയോടുകൂടി അവരെ ഇനി മംഗൂസിനെയും കോബ്രനെയും ശല്യപ്പെടുത്തണ്ട എന്നുള്ള രീതിയിൽ ആളങ്ങോട്ട് മാറി നിന്നു. ഇവിടെ നിർത്താം നമുക്ക്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഈ മൈനയും കോബ്രയും ഒരു അതിബുദ്ധി കാണിച്ചു. അവരൊന്ന് എന്ത് ചെയ്തു, ആളാവാൻ നോക്കി, പക്ഷേ നടന്നില്ല, ഒരാളതിൽ മരിച്ചു. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും വായിക്കുക. ഇതിൽ ഒരുപാട് വേർഡുണ്ട്, ഒരുപാട് വേർഡുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ 1 by 1 മീനിങ് ഞാൻ പറയാനുള്ള കാരണം തന്നെ അതാണ്. ഒരുപാട് നമുക്ക് കിട്ടാത്ത, അറിയാത്ത ഒരുപാട് വാക്കുകളുണ്ട്. ഒരുപാട് പ്രാവശ്യം വായിച്ചാൽ നിത്യേന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല വാക്കുകളും ഇതിലുണ്ട്. അപ്പോൾ വേർഡ് ബൈ വേർഡ് മീനിങ് എഴുതി വെക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.